ഇന്ത്യ രാജ്യത്ത് അരങ്ങേറുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ചിന്തിക്കാതെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അതിന്റെ നാല് ഭിത്തികൾക്കുള്ളിൽ ഒരക്ഷരം പോലും മുറിയാടാൻ കഴിയാതെ കേവലം കുടുംബസ്വത്ത് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ അറമാന്തിച്ചിരിക്കുമ്പോഴാണ് അതിന് പോലും ഒരിക്കലും ഒരു ചെറുതല പോലും എടുക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ 27 സംസ്ഥാനങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ജനാധിപത്യവും മതേതര ബോധത്തിനെയും തുല്യനീതിക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രാങ്കിത രക്തഹരിത പതാക ആകാശഗോളങ്ങളിലെ പേരിട്ടുകൊണ്ട് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാറ എന്ന് ഒരു കാലത്ത് രാജ്യത്തിന്റെ ദേശസ്നേഹം പാടിപ്പോയെത്തിയ അലാമ ഇഖ്ബാലിന്റെ രാഷ്ട്രീയത്തിലേക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എഫിന്റെ ജനങ്ങളെ ക്ഷണിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന കേരളത്തിന്റെ മതപരമായ ഈരടികൾ പാടിക്കൊണ്ട് കേരളത്തിൽ ആവേശം പകരുന്ന മഹാനായ ഗുരുദേവന്റെ രാഷ്ട്രീയത്തിലേക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് ജനങ്ങളെ ക്ഷണിക്കുന്നത്. വർഗീയതയിലേക്കല്ല, അപകടകരമായ രാഷ്ട്രബോധത്തിലേക്കല്ല, ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനത്തിലേക്കല്ല, മറിച്ച് ഈ രാജ്യത്തെ 82% വരുന്ന ദളിത് വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തിക്കാത്തിടത്തോളം കാലം, അധികാരത്തിന്റെ ശീതളശായിലേക്ക് എത്താത്തിടത്തോളം കാലം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം പുലരില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ തമ്പുരാൻ മഹാനായ അംബേദ്കർ പ്രഖ്യാപിച്ച രാഷ്ട്രീയത്തിലേക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട്